സൂപ്ര. ഈ ഒരു ഷെയ്ഡ് എത്ര പേരുടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഈ ഒരു ഗൈസ് എല്ലാവർക്കും നമസ്കാരം. അതെ, ഞാൻ ഇന്ന് കുറച്ച് ഹോട്ട് വീൽസ് പരിചയപ്പെടുത്താം. അതായത് എൻ്റെ കളക്ഷനിൽ ഞാൻ കുറച്ചായിട്ട് സൂക്ഷിച്ച്, അല്ലെങ്കിൽ പലപ്പോഴും പോകുമ്പോഴേക്കും കളക്ട് ചെയ്ത് വെക്കുന്നതാണ്. അധികം എക്സ്പെൻസ് ഒന്നും മുടക്കാനായിട്ടാണ്. ഒരുപാട് പൈസ ആവുക ഹോട്ട് വീൽസ് ആണ്. യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് പേര് ഹോട്ട് വീൽസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഓരോ മോഡലിൻ്റെയും ഡിമാൻഡ് അനുസരിച്ചിട്ട് പ്രൈസ് ആകുന്നത്. പിന്നെ ലക്കാണ് നമുക്ക് റേറ്റ് കുറച്ച് കിട്ടുക എന്നുള്ളത്. എങ്കിലും ഞാൻ ചെറിയ രീതിയിൽ ഒരു ഹോട്ട് വീൽസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ആദ്യം വരുന്നത് നമുക്ക് എതിർപ്പുകളാണ്. കാരണം നാട്ടിലുള്ളവരൊക്കെ ഇവന് വട്ടാണെന്ന് ചോദിക്കും. കാരണം വേറെ ഒന്നുമല്ല, ഹോട്ട് വീൽസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഒന്നും ശരിക്കും. കാരണം അത് ശരിക്കറിയണമെങ്കിൽ നമ്മൾ UK അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ US ഉള്ള കൺട്രീസിലൊക്കെ ഹോട്ട് വീൽസ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. ഹോട്ട് വീൽസിനെ കുറിച്ച് റീൽസ് ഇടുന്ന ആൾക്കാരുണ്ട്. അവിടെ പ്രായമൊന്നുമില്ല, 50 above 60 above ഉള്ള ആൾക്കാർ വരെ ഹോട്ട് വീൽസ് കളക്ട് ചെയ്ത് ഇപ്പോഴും ഡൈകാസ്റ്റ് ആ ഒരു പാഷൻ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. സോ കേരളത്തിൽ ഒരു ട്രെൻഡിങ് ആയിട്ട് വന്നു കഴിയുമ്പോഴേക്കും പലപ്പോഴും ഹോട്ട് വീൽസ് എന്ന് പറയുന്ന സംഭവം ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ് 2025 പോലും. പക്ഷേ കുറച്ച് പ്രൈസാണ്. ആ ഒരു ട്രെൻഡിനെ മുതലെടുത്ത് ഒരുപാട് ആൾക്കാർ അമിതമായിട്ടുള്ള റേറ്റിൽ ഹോട്ട് വീൽസ് വിൽക്കുന്നുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ന്യായമായിട്ടുള്ള ഒരു സർവീസ് ചാർജ് എടുത്തുകൊണ്ട് ആൾക്കാർക്ക് കളക്റ്റബിൾ മോഡൽസ് കൊടുക്കാൻ പറ്റും. പക്ഷേ അത് എന്തോ ചെയ്യുന്നില്ല. കാരണം അത് പുറത്തുനിന്നാണ് കൂടുതലും വരുന്നത്. സോ അത് അവരുടെ ബിസിനസ്. സോ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഹോട്ട് വീൽസിനെ കുറിച്ച് പറയുമ്പോഴേക്കും വീട്ടിലുള്ളവർക്ക് എതിർപ്പുണ്ട്. കാരണം അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഈ ടോയ്സ് കാർ, കൊച്ചു പിള്ളേർക്ക്, നമ്മുടെ വീട്ടിൽ പിള്ളേരുണ്ട്, അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചെറിയ കാർ ഇത്. പക്ഷേ അങ്ങനെയല്ല, ഹോട്ട് വീൽസ് ചരിത്രമുണ്ട്. ഹോട്ട് വീൽസ് എന്ന് പറയുന്നത് ഒരു ഡൈകാസ്റ്റ് മോഡൽസ് ആണ്. ഡൈകാസ്റ്റ് സ്കെയിൽ മോഡൽസ് നമ്മൾ വാങ്ങിച്ച് സൂക്ഷിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ജീവിതത്തിൽ പക്ഷേ വാങ്ങിക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിട്ടുള്ള മോഡൽസ് നമ്മൾ വാങ്ങിക്കണം. വിൻറ്റേജ് മോഡൽസ് നമ്മൾ ഓടിക്കണം ആഗ്രഹിക്കുന്ന ഒരുപാട് വിൻറ്റേജ് മോഡൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വെർഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ലൈഫ് ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പം ചില കാര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ സംതൃപ്തി അടയുക എന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതല്ലേ എൻ്റെ ശരി. സോ ഇതൊരു പാഷനാണ്, വണ്ടിയോട് ഇഷ്ടമുള്ളവരുടെ പാഷനാണ്. അത്രയേ ഉള്ളൂ ഹോട്ട് വീൽസ് എന്ന് പറയുന്നത്. അല്ലാതെ പക്ഷേ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട് ഹോട്ട് വീൽസിൽ. പക്ഷേ കളക്ട് ചെയ്യാൻ പറ്റുന്ന മോഡൽസൊക്കെ കളക്ട് ചെയ്ത് വെക്കുകയാണ്. പക്ഷേ ഞാൻ അധികം കളക്ഷനൊന്നും എനിക്കില്ല. കുറച്ച് കളക്ഷൻ ഉള്ളൂ. പക്ഷേ ഞാൻ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് പൈസ അതിന് വേണം. സോ നമുക്ക് റെയർ ആയിട്ടുള്ള മോഡൽസും ഒക്കെ. പിന്നെ വൈഫ് UK അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഒക്കെ എന്തെങ്കിലും ഒന്ന് ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട്. UK ഹോട്ട് വീൽസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. സോ ഞാൻ ഇങ്ങനെ UK ഇങ്ങനെ ആമസോണിലൊക്കെ അവിടുത്തെ തപ്പി അത്യാവശ്യം ഉള്ള നല്ല സ്കെയിൽ മോഡൽസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്യുക. കാരണം കമ്പയർ ടു ഇന്ത്യ അവിടെ വില കുറവാണ് എന്ന് വേണം പറയാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഹോട്ട് വീൽസിൻ്റെ ചെറിയൊരു കളക്ഷൻസ് നിങ്ങളെ കാണിക്കാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് വൺ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഇത്. നമ്മുടെ ഡോജ് ചാർജർ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഇൻസ്പിറേഷൻ ചെയ്തിട്ടുള്ളൊരു മോഡലാണ്. ഈ ഒരു മോഡൽ 3 ഉണ്ട് എൻ്റെ കയ്യിൽ. ഈ വൈറ്റ് ഉണ്ട്. ഇത് ഡോറൊക്കെ തുറക്കാവുന്ന സംഭവമാണ്. ബോണറ്റൊക്കെ തുറക്കാം. ഇവിടെ നമ്മുടെ റെഡ് ഉണ്ട്, ഒരു റെഡും കൂടെ ഉണ്ട്. സോ ഈ ഒരു 3 മോഡൽസാണ് എനിക്ക് മെയിനായിട്ടും ഉള്ളത്. പിന്നെ എനിക്ക് അടുത്തെന്ന് പറയാനായിട്ട് ഇഷ്ടം വെച്ചാൽ ഈ ഒരു വിൻറ്റേജ് വണ്ടിയാണ്. ഈ വിൻറ്റേജ് വണ്ടി ഞാൻ ഒരു പ്രാവശ്യം എവിടെയോ ഇങ്ങനെ ഒരു ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ പോയപ്പോഴത്തേക്ക് കണ്ടപ്പോൾ വാങ്ങിച്ചു വെച്ചതാണ് ഈ സംഭവം. പിന്നെ ഇത് പോർഷയുടെ തന്നെ ഒരു സ്പോർട്സ് കാറാണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഇത് സംഭവം കൊള്ളാം. പിന്നെ ഇത് നമ്മുടെ നിസാൻ GTR ആണ്. നിസാൻ GTR കുഴപ്പമില്ല. ഇത് വലിയ ഡീറ്റെയിലിംഗ് ഇല്ല കേട്ടോ. പക്ഷേ എനിക്ക് ഫിനിഷിംഗ് ഒക്കെ ഓക്കെയാണ്. പക്ഷേ ലൈസൻസ് ഇടുന്നില്ല, ഒഫീഷ്യൽ ലൈസൻസ് ഇടുന്നില്ല. പക്ഷേ ഇതിൻ്റെ ബോണറ്റൊക്കെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഹോട്ട് വീൽസ് ഉണ്ടാവും. ഇത് എല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ ഉള്ള വിൻറ്റേജ് മോഡൽസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് മോഫർ എഡിഷൻ എന്നുള്ള ഹോട്ട് വീൽസിൻ്റെ 5 പാക്ക് വരുന്നതിനകത്ത് 5 പാക്കാണോ 8 പാക്കാണോ സംതിങ് അതിനകത്ത് വരുന്നതിനകത്ത് ഒന്ന് ഞാൻ കളക്ട് ചെയ്തതാണ്. ഇത് പിന്നെ പ്രീമിയം ആണ്. ഹോട്ട് വീൽസിൻ്റെ ബാർബി ആണ്. ഓക്കെ. പിന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞ രീതിയിൽ കളക്ട് ചെയ്ത് വെച്ചാൽ പല പ്രാവശ്യമായിട്ട് കളക്ട് ചെയ്തതാണ് കേട്ടോ. ഒന്നിച്ച് കളക്ട് ചെയ്തതല്ല, പല പ്രാവശ്യങ്ങളായിട്ട് കളക്ട് ചെയ്തതാണ്. ഇങ്ങനത്തെ മോഡൽസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സെഡാൻ, ഇപ്പം ഒരു ക്ലാസിക് ലുക്കിലുള്ള വാഹനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് എനിക്ക് പ്രിയപ്പെട്ട ഒരു വാഹനമാണ്. ഇതിൻ്റെ പേര് റാം ചാർജേഴ്സ് എന്നൊക്കെയാണ് എഴുതിയത്. എനിക്ക് കറക്റ്റ് ഇതിൻ്റെ നെയിം ഒന്നും അറിയില്ല. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു വണ്ടി. പക്ഷേ ഡീറ്റെയിലിംഗ് ഒക്കെ കൊള്ളാം. ഒരു വിൻറ്റേജ് ലുക്കിലുള്ളൊരു വിൻറ്റേജ് പ്ലസ് ഒരു സ്പോർട്ടി ലുക്കാണ്. പിന്നെ കുറച്ച് പിക്കപ്പ് ട്രക്സ് ഒക്കെ ഉണ്ട്. ഈ ഷെവർലയുടെയും ഡോജിൻ്റെ ഇത് ഡോജിൻ്റെയാണ് കേട്ടോ. ഡോജിൻ്റെ ട്രക്സാണ്. പിന്നെ ഇത് നമ്മുടെ കെയിൻ്റെ ഒരു ജീപ്പ് ടൈപ്പ്. പിന്നെ ഇത് നിസാൻ്റെ VW മറ്റേ EV ടൈപ്പാണ്. ഇത് ആക്ച്വലി EV ഇറങ്ങുന്നു എന്ന് പറയുന്നത് ഈ മോഡലിൻ്റെ അതിൻ്റെ ഡൈകാസ്റ്റ് മോഡലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഡൈറ്റോണയാണ്. ഇത് കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ഈ പറഞ്ഞ ഈ 5 പാക്കാന്ന് തോന്നുന്നു, 5 പാക്കിൽ വരുന്നിരിക്കുന്നൊരു മോഡലാണ്. പിന്നെ BMW ഈ ഒരു മോഡൽ, ഇതെല്ലാവർക്കും അറിയാം, M3 വാഗൺ. ഇത് ഹോട്ട് വീൽസ് കളക്ട് ചെയ്യുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന ഒരു മെയിൻ മോഡലാണ് ഈ ഒരു BMW ഈ ഒരു സംഭവം. പിന്നെ എൻ്റെ ഉള്ളത് നമ്മുടെ ഇതൊക്കെ ഈ ഹോട്ട് വീൽസ് മോഡലിൻ്റെ ഒരു വാൻ ടൈപ്പാണ്, ഫാൻസി ടൈപ്പാണ്. പിന്നെ ഇത് നമ്മുടെ പ്രീമിയത്തിൽ വരുന്നതാണ്. ഇത് മിക്ക ഹോൾസെയിൽ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു മോഡലാണ്. ഇത് ആൾക്കാരൊക്കെ ഒന്നാമത് കളക്ട് ചെയ്യുള്ളൂ. ഇത് ഓരോ സിനിമയെ ബേസ് ചെയ്തിട്ടുള്ള, കാർട്ടൂൺ ബേസ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയേണ്ട ഒരു ഹോട്ട് വീലാണ്. പിന്നെ ഫോർഡിൻ്റെ നമ്മുടെ ടൊയോട്ടയുടെ ഒരു ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ്
5 പാക്കോ ആ ടൈപ്പ് വരുന്ന മോഡൽസാണ്. പിന്നെ ഇത് ടൊയോട്ടയുടെ മറ്റേ നമ്മുടെ ടാക്കാമോ എന്നോ അങ്ങനത്തെ പേരുള്ള സംഭവമാണ്. പിന്നെ നമ്മുടെ റാമുണ്ട്, ടൊയോട്ട റാം. ഒരു നിസാനല്ല, ഇത് ജീപ്പിൻ്റെ ഒരു ചെറിയൊരു വാൻ ടൈപ്പ് അല്ലെങ്കിൽ ചെറിയൊരു സംഭവം. പിന്നെ നമ്മുടെ ഫോർഡ് ബ്രോങ്കോ ഇത് ഇൻ്റർനാഷണൽ ഉള്ള മോഡലാണ്. നമ്മുടെ ജിംനിയുടെയൊക്കെ അതേ ഒരു പാറ്റേണിൽ വരുന്ന ഒരു മോഡലാണ്. പിന്നെ നമ്മുടെ ബാറ്റ്മാൻ സീരീസിലെ ഇതും പ്രീമിയമാണ് കേട്ടോ. ഇത് നല്ല കിടിലൻ വെയിറ്റ് ഉണ്ട്. ഹോട്ട് വീലാന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ വെയിറ്റ് ഉണ്ട്, നല്ല ഡീറ്റെയിലിംഗ് ഉള്ള മോഡലാണ്. ബാറ്റ്മാൻ സീരീസിലെ ഒരു വാൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സംഭവമാണ്. പിന്നെ ഇതും നമ്മുടെ ഒരു സിനിമയുണ്ട്, മറ്റൻ കട്ട്സ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹോട്ട് വീലാണ്. ഇത് ആക്ച്വലി നല്ല വെയിറ്റ് ഉണ്ട്, അതാണ് മെയിൻ കാര്യം. അടുത്ത നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലാൻഡ് ക്രൂസർ 80. അപ്പം എൻ്റെ ഫേവറേറ്റ് ഒരു വണ്ടിയാണ്. എനിക്ക് ഇതിൻ്റെ ഈ പറഞ്ഞ വളരെ ഡീറ്റെയിലിംഗ് ആണ്, നമുക്ക് എല്ലാം ഫുൾ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളതാണ്. അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ കുഴപ്പമില്ലാതെ എന്നുള്ളത് ഞാൻ പറയത്തുള്ളൂ സംഭവം. ഇതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡലാണ്. ഇതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മോഡൽ, ടൊയോട്ട സുപ്ര. ഈ ഒരു ഷെയ്ഡ് എത്ര പേരുടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടോ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത്. ഇതേ സെയിം സംഭവം, കാരണം കുറേ ഗ്രീൻ ഷെയ്ഡ് കുറേ പേരെ കണ്ടു, പക്ഷേ ഈ ഒരു സംഭവം നിങ്ങളുടെ എത്ര പേരുണ്ടെന്ന് നോക്കണം കേട്ടോ. കാരണം ഈ ഒരു ഡീറ്റെയിലിംഗ് ഉള്ള സംഭവം ഇത് ഞാൻ പുറത്തുനിന്ന് വരുത്തിച്ചാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയതല്ല. ഇത് ലാറ്റിവ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് എനിക്ക് കൊണ്ട് തന്ന ഒരാൾ, എനിക്ക് എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നതാണ് ഈ ഒരു സംഭവം. സോ ഈ ഒരു സംഭവം എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് റെയറാണ് ഈ സംഭവം. പിന്നെ ഇത് നമ്മുടെ G550 ഓഫ് റോഡ്. ഇതൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഇങ്ങനെയാണ്. ഇതും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു മോഡലാണ് G550. ഇത് ഓഫ് റോഡ് ആണ്, നല്ല സസ്പെൻഷൻ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് നമുക്കെല്ലാം ഒരു ജെനുവിൻ ഫീൽ ചെയ്യും. ആൻഡ് ജെനുവിൻ ആയിട്ടുള്ളൊരു വീഡിയോ, ഡോറൊക്കെ ഇങ്ങനെ തുറക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓഫ് റോഡ് സ്പെക്കുള്ളതാണ്. പിന്നെ ഇവിടെ വിഞ്ച് ഉണ്ട്, ഉണ്ടല്ലേ, ഈ ഒരു വിഞ്ച് കാണാൻ പറ്റും, വിഞ്ചുണ്ട്. അപ്പോൾ അത്യാവശ്യം ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുള്ള മോഡൽസാണ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഞാനിവിടെ സൂപ്പറായി ഞാൻ എല്ലാത്തിനും സെൻട്രലായിട്ട് വെച്ചിട്ട് കാണാം. സ്പോർട്സ് കാർ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ സൂപ്പറായിരിക്കും മിക്കവർക്കും. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഹോട്ട് വീൽ കളക്ഷൻ. സോ ഇത്രേ ഉള്ളൂ. ഇനിയും 2 കളക്ഷൻ നിങ്ങളെ അൺബോക്സ് ചെയ്യാനുണ്ട്. ഞാനത് അൺബോക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഹോട്ട് വീൽ കളക്ഷൻസ്. സോ നിങ്ങൾക്ക് ഈ ഹോട്ട് വീൽ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഹോട്ട് വീൽ കളക്ഷനൊക്കെ നല്ലൊരു ഭാഷയാണ്. നമ്മുടെ ഒരു സ്ട്രെസ് ലെവലൊക്കെ നമ്മുടെ ജോലിയായിട്ട് നമ്മൾ പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇങ്ങനെയുള്ള ഹോബീസൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും ഹാംഫുൾ അല്ലാത്തൊരു ഹോബിയാണ്. നമ്മുടെ പൈസ അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ ചിലപ്പം കുറച്ച് നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നാലും ഹാംഫുൾ ഇല്ലാത്ത അല്ലെങ്കിൽ ആർക്കും ഉപദ്രവമില്ലാത്ത നമ്മുടെ ഒരു പാഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കളക്ഷനാണ് ഈ ഹോട്ട് വീൽസ് എന്ന് പറയുന്നത്. സോ അത് കാണുമ്പോൾ സന്തോഷം, പുതിയ മോഡൽസ് കാണുമ്പോൾ അതിനെ സ്വന്തമാക്കാനുള്ള ഒരു ആവേശം. പക്ഷേ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനില്ലെങ്കിൽ നമ്മുടെ ഹോബി എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് ഒരു രസം അത്രയേ ഉള്ളൂ. ഒരു പക്ഷേ 170 രൂപയ്ക്ക് ഇടുന്ന ഒരു ഹോട്ട് വീല് അത് 500 രൂപ 550 രൂപ വരെ ആകുന്നുണ്ട്. പലപ്പോഴും 3-4 ഇരട്ടി തുക വാങ്ങിച്ചിട്ട് വാങ്ങിക്കുന്നതാണ്. അതിനെയൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ തേടി ഇറങ്ങിയാൽ നിങ്ങൾക്ക് വില കുറച്ച് ഹോട്ട് വീൽസ് കിട്ടും. അതിനുള്ള ലുലുവിലൊക്കെ രാവിലെ 8-9 മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഹോട്ട് വീൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ലുലു ഫാഷൻ സ്റ്റോറിൽ ഷട്ടർ തുറക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. കാരണം ചെന്ന് കഴിയുമ്പോൾ തന്നെ കാരണം അവർ തലേ ദിവസം രാത്രി ഇത് ഫില്ല് ചെയ്യും, പിറ്റേ ദിവസം ഈ സംഭവം ആ സമയം തന്നെ ഈ പറഞ്ഞ വില കൊടുത്ത് മേടിക്കുന്ന പല സാധനങ്ങളും നമുക്ക് അവിടെ വില കുറച്ച് ഫസ്റ്റ് ചെയ്യുന്ന കിട്ടാം. കാരണം ഈ പറഞ്ഞ 160, 170 ബേസിക്കലി ഹോട്ട് വീൽസിൻ്റെ വില, പ്രീമിയം അല്ലാത്ത മോഡൽ. അതൊക്കെ 3-4 ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഹോട്ട് വീൽസ് കളക്ട് ചെയ്യുന്നുള്ളത് കമൻറ്റ് ചെയ്യുക. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എമിൽ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.